ഫൺ ടൈം ലേണിംഗിൻ്റെ മറ്റൊരു അധ്യായം ഗാന്ധി പ്രശ്നോത്തരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്താരാഷ്ട്ര അഹിംസാ ദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ഒക്ടോബർ 2. അഹമ്മദാബാദിൽ മഹാത്മാഗാന്ധി ആരംഭിച്ച ദണ്ഡി മാർച്ച് ഉപ്പു സത്യാഗ്രഹം എപ്പോഴാണ് ആരംഭിച്ചത്? മാർച്ച് 12, 1930. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഐ കെ കുമാരൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആയി അറിയപ്പെടുന്നത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ വിളിച്ചിരുന്ന ഓമന പേര്? മനു അല്ലെങ്കിൽ മോനിയ. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സ്കൂൾ ഇൻസ്പെക്ടർ നടത്തിയ പരീക്ഷയിൽ ഗാന്ധിജി തെറ്റുവരുത്തിയ വാക്ക്? ഉത്തരം കെറ്റിൽ. ഹിന്ദു വിഭാഗത്തിലെ തൊട്ടുകൂടായ്മയ്ക്ക് എതിരെ 1924 ടി കെ മാധവന്റെ നേതൃത്വത്തിൽ സമരം നടന്നത് എവിടെയാണ്? വൈക്കം. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നതായി ഇനി വരുന്ന തലമുറ വിശ്വസിച്ചേക്കില്ല. ഗാന്ധിജിയെപ്പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇന്ത്യയിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ദ മേക്കിംഗ് ഓഫ് ദി മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ശ്യാം ബെനഗൽ. ഗാന്ധിജി എത്ര തവണ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്? 5 തവണ. ഗാന്ധിജി ഉണ്ടാക്കിയ മാതൃകാ ഗ്രാമങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സേവാഗ്രാം. 1917 മുതൽ 1934 വരെ മഹാത്മാഗാന്ധി മുംബൈയിൽ താമസിച്ചിരുന്ന വസതിയുടെ പേര്? ഉത്തരം മണി ഭവൻ. അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിന്റെ ഗുജറാത്തി തർജ്ജമയ്ക്ക് ഗാന്ധിജി നൽകിയ പേര്? സർവോദയ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. മഹാത്മാഗാന്ധി സേതു എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പാലമാണ്. ഇത് ഏത് നദിയുടെ കുറുകെയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്? ബീഹാറിലെ ഗംഗാ നദിക്ക് കുറുകെയുള്ള പാലമാണ് മഹാത്മാഗാന്ധി സേതു. തെക്ക് പട്നയും വടക്ക് ഹാജിപൂരുമായി ബന്ധിപ്പിക്കുന്നു. ഇതിന്റെ നീളം 5750 മീറ്ററാണ്. എന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ആരെ? സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഗീതമായ വൈഷ്ണവ ജനതോ എഴുതിയത് ആര്? നരസിംഹ മേത്ത. 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ദിവസത്തെ എന്തായാണ് ഇപ്പോൾ ആചരിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിവസ്. ഇത് ജനുവരി 9 തീയതിയാണ് ആചരിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സമയത്ത് ഗാന്ധിജി ഏത് അവാർഡാണ് മടക്കി നൽകിയത്?
കൈസർ ഇ ഹിന്ദ്, ഇന്ത്യൻ ചക്രവർത്തി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന വർഷം 1915. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതപ്പെട്ടത് ഗുജറാത്തി ഭാഷയിലാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ്? മഹാദേവ് ദേശായി. ഗാന്ധിജി നൊബേൽ സമ്മാനം നേടിയത് എപ്പോൾ? ഗാന്ധിജി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയിട്ടില്ല. 1937 മുതൽ ഗാന്ധിജിയെ 5 തവണ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. 1969 ഗാന്ധി സമ്മാന ജേതാവ്, ശ്രീലങ്കയിലെ ഗാന്ധി എന്നറിയപ്പെടുന്നതുമായ നേതാവ് A.T. ആര്യരത്നെ. അഡോൾഫ് ജസ്റ്റ് എഴുതിയ ഏതു പുസ്തകമാണ് ഗാന്ധിജിയെ പ്രകൃതി ചികിത്സയുടെ വിശ്വാസിയാക്കിയത്? റിട്ടേൺ ടു നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങാം. ഗുജറാത്തിലെ പോർബന്തറിൽ ഗാന്ധിജിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും ആദരിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൻ്റെ പേര്? കീർത്തി മന്ദിർ. മഹാത്മാവിനെ കാത്ത്, വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ എന്ന നോവൽ എഴുതിയത് ആര്? R.K. നാരായണൻ. കുഷ്ഠരോഗികൾക്കിടയിലുള്ള പ്രവർത്തനത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഗാന്ധി ഭയരഹിതനായ വ്യക്തി എന്ന് വിശേഷിപ്പിച്ച ആരാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഉത്തരം ബാബ ആംതെ. മഹാത്മാഗാന്ധി എക്സ്പ്രസ് ഏതെല്ലാം നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? അഹമ്മദാബാദും വഡോദരയും. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെയാണ്? ചമ്പാരൻ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത്. ഇത് ഏതു വർഷമാണ്? 1920. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? യേശുക്രിസ്തുവിനെ. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും സ്വയം അബ്ദുള്ള ഗാന്ധി എന്ന് വിളിക്കുകയും ചെയ്ത ഗാന്ധിജിയുടെ പുത്രൻ? ഹരിലാൽ ഗാന്ധി. 1893 സൗത്ത് ആഫ്രിക്കയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്തു എന്നതിൻ്റെ പേരിൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും പുറത്താക്കിയത്? പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ഭാവിയിൽ ഒരിക്കലും മോഷ്ടിക്കുകയില്ലെന്ന് വാഗ്ദാനം ചെയ്യുകയും മതിയായ ശിക്ഷ ആവശ്യപ്പെടുകയും ചെയ്യുന്ന കത്തിൽ മോഷ്ടിച്ചതിൻ്റെ കുറ്റം ഗാന്ധിജി ഏറ്റുപറഞ്ഞു. ഈ കത്ത് ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഗാന്ധിജിയുടെ അച്ഛനെ. എപ്പോഴാണ് ഗാന്ധി ഇർവിൻ കരാർ ഒപ്പുവയ്ക്കപ്പെട്ടത്? ഉത്തരം മാർച്ച് 5, 1931. 1938 ഗാന്ധിജിയുടെ പിന്തുണയോടെ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് 2ാം തവണയും ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഗാന്ധിജി അത് അംഗീകരിച്ചില്ല. എതിർപ്പ് വകവയ്ക്കാതെ ബോസ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. എതിർ സ്ഥാനാർത്ഥിയെ 200 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. ഗാന്ധിജി അതിനെ വ്യക്തിപരമായ പരാജയമായി കണക്കാക്കി. ആരാണ് ബോസിന് എതിരെ മത്സരിച്ചത്? പട്ടാഭി സീതാരാമയ്യ. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജിയെ വളരെയധികം ആകർഷിക്കുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്തു. അത് അദ്ദേഹം ഗുജറാത്തിയിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തിരുന്നു. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? ജോൺ റസ്കിൻ. തൊട്ടുകൂടായ്മ വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി 1933 ഫെബ്രുവരിയിൽ ഗാന്ധിജി ഹരിജൻ എന്ന വാരിക പ്രസിദ്ധീകരിച്ചു. അതിന്റെ ആദ്യ ലക്കം 1933 ഫെബ്രുവരി 11 മുതൽ പുറത്തിറങ്ങി. എവിടെ നിന്ന്? പൂന. ഇനി പറയുന്ന വാക്കുകളിൽ ഗാന്ധിജിയുടെ ദണ്ഡിയിലേക്കുള്ള മാർച്ചിനെ വിവരിച്ചത് ആരാണ്?
ലങ്കയിലേക്കുള്ള രാമന്റെ ചരിത്രപരമായ യാത്ര പോലെ ഗാന്ധിജിയുടെ ഈ യാത്രയും അവിസ്മരണീയമാകും. മോത്തിലാൽ നെഹ്റു. ഗാന്ധിജിയുടെ സഹോദരിയുടെ പേരെന്താണ്? റാലിയത് ബെൻ ഗാന്ധി. 1989 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകപ്പെട്ടപ്പോൾ ഈ സമ്മാനം ഭാഗികമായെങ്കിലും മഹാത്മാഗാന്ധിക്കുള്ള സമർപ്പണമാണ് എന്നായിരുന്നു അന്നത്തെ നൊബേൽ കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത്. ടെൻസിൻ ഗിയാസ്റ്റോ എന്ന യഥാർത്ഥ നാമമുള്ള ഇദ്ദേഹം അറിയപ്പെടുന്നത് ഒരു സ്ഥാനപ്പേരിലാണ്. എന്താണ് ആ പേര്? ദലൈ ലാമ. എപ്പോഴാണ് മഹാത്മാഗാന്ധി നാഥുറാം ഗോഡ്സെയാൽ കൊല്ലപ്പെട്ടത്? ജനുവരി 30, 1948. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? രാജ്ഘട്ടിൽ.